ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ മുന്നേ ഇമെയിൽ ഐ ഡി അയക്കണം. ഇമെയിൽ ഐ ഡി അടിച്ചിട്ട് അതിലേക്ക് ഒരു OTP വരും. ആ OTP ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു വിൻഡോ ആണ് വരിക. ഈ വിൻഡോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ ആഡ് ഡിവൈസ് ആണ്. ഇവിടെ ഈ ഒരു പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് ഡിവൈസ് അടിക്കുന്നു. ആഡ് ഡിവൈസ് അടിക്കുമ്പോൾ കണ്ടിന്യൂ അടിക്കുന്നു, അലോ കൊടുക്കുന്നു. ഇതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യാൻ പറയുന്നു, അലോ കൊടുക്കുന്നു. ടേണിംഗ് ഓൺ ബ്ലൂടൂത്ത് ഓൺ ആവുന്നു, അലോ കൊടുക്കുന്നു. അപ്പം ഇതുപോലെ ഇങ്ങനെ സെർച്ച് ചെയ്യും. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇത് ബ്ലൂടൂത്ത് എനേബിൾ ആയിട്ടല്ല ഇപ്പോൾ ചെയ്യുന്നത്, നമ്മൾ മാനുവലി ആണ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് മാനുവലി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പോയിട്ട് നമുക്ക് ക്യാമറ ആൻഡ് ലോക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ സ്മാർട്ട് വൈഫൈ ക്യാമറ, സ്മാർട്ട് ക്യാമറ 2.5 GHz, ഇതിൽ സ്മാർട്ട് വൈഫൈ ക്യാമറ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് അടിക്കുന്നു. വൈഫൈ ഏതാണെന്നുള്ളത് അതിനിവിടെ പാസ്വേഡ് അടിക്കുന്നു. അപ്പോൾ കൺഫേം ചെയ്യുന്നു, പാസ്വേഡ് ഓണായി. ഇപ്പം നമുക്കൊരു ഈ QR കോഡ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ ക്യാമറയിലേക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ പ്രോംപ്റ്റ് വന്നോന്ന് ചോദിക്കുന്നു. പ്രോംപ്റ്റ് കേട്ടതായിട്ട് നമ്മൾ പറയുന്നു. അപ്പോൾ വൈഫൈ കണക്ഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് ചോദിക്കുന്നു. ഈ 2 മിനിറ്റിൽ ഇത് കോൺഫിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് നോക്കാം. ഇതിപ്പോൾ കോൺഫിഗർ ചെയ്തു. സെക്യൂരിറ്റി ക്യാമറ, നമുക്ക് ഇവിടെ എന്താണോ പേര് കൊടുക്കേണ്ടത്, ഇപ്പം പേര് മാറ്റാം. ഹോമെന്നോ ഓഫീസെന്നോ എന്താണോ വേണ്ടത് അത് കൊടുക്കാം. ഓഫീസെന്ന് കൊടുക്കുന്നു. ഡൺ. നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ്, ഡണ്ണ്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. എസ്റ്റാബ്ലിഷിങ് ചെയ്യുന്നു സിസ്റ്റം ഇതിൻ്റെ ക്യാമറ. ചിലപ്പോൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ എറർ മെസ്സേജ് വരുവാണെങ്കിൽ നമ്മൾ ആ പ്ലഗ് ഒന്ന് പവർ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യണം. നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ആ പവർ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യാം. ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്തിട്ടും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇത് അൺബൈൻഡ് ചെയ്ത ഡിവൈസാണ്. ആദ്യമായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ല. ആദ്യം നമ്മളിത് യൂസ് ചെയ്ത് അൺബൈൻഡ് ചെയ്തിട്ട് രണ്ടാമത് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുക. ഇപ്പോൾ സിസ്റ്റത്തിലേക്ക് ഇത് വന്നു. നമുക്കിനി ഇതിലുള്ള ഫീച്ചേഴ്സൊക്കെ നോക്കാം. നൈറ്റ് മോഡ് ഓട്ടോമാറ്റിക് ആണ്. നൈറ്റ് മോഡ് വേണമെങ്കിൽ നമുക്ക് സ്മാർട്ട് മോഡാക്കാം, ഇൻഫ്രാറെഡ് മോഡാക്കാം, കളർ ലൈറ്റ് മോഡാക്കാം. അതുപോലെ തന്നെ ഇതിൽ നൈറ്റ് സ്വിച്ച് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കോ ഓണോ ഓഫോ ആക്കാം. ഓണാക്കാം നൈറ്റ് സ്വിച്ച്. പിന്നെ ഓട്ടോമാറ്റിക് ഓട്ടോ ആക്കാം. അതുപോലെ തന്നെ ആൻറ്റി ഫ്ലിക്കർ ഓൺ ചെയ്യാം. ഒരുപാട് മോഷൻ ട്രാക്കിംഗ് ഓൺ ചെയ്യാം. പ്ലേ ബാക്ക് ഇവിടെയാണ് കിട്ടുക. അതുപോലെ തന്നെ മോഷൻ ഡിറ്റക്ഷന്, സൗണ്ട് ഡിറ്റക്ഷനൊക്കെ ഓൺ ചെയ്യാം. സൈറൺ ഓൺ ചെയ്യാം. സൈറൺ ഓൺ ചെയ്യുമ്പോൾ
സൈറൺ ഓൺ ചെയ്യാം. അതുപോലെ ലൈറ്റ് ഓൺ ചെയ്യാം. നമുക്കിതിൽ ലൈറ്റ് ഓൺ ചെയ്യാം. ലൈറ്റിനെ നമുക്ക് സ്വിച്ച് ചെയ്യണം, ഓൺ ചെയ്യാം, ഓൺ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ടൈമിൽ ലൈറ്റ് ഓൺ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇന്ന ടൈമിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ആഡ് ടൈമിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര സമയത്ത് ഇത്രാം ദിവസം നമുക്ക് നോട്ടിഫിക്കേഷനും ലൈറ്റും ഓൺ ആക്കണമെങ്കിൽ അങ്ങനെ ഓൺ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ലൈറ്റിൻ്റെ. അതുപോലെ തന്നെ സൗണ്ട് ഡിറ്റക്ഷൻ ഓൺ ചെയ്യുക. അപ്പോൾ സൗണ്ട് ഡിറ്റക്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ സൗണ്ട് വരുന്ന ഭാഗത്തേക്ക് സൗണ്ട് വരുമ്പോൾ നമുക്കിത് ഈവൻ്റ് ആയിട്ട് റെക്കോർഡാവും. മോഷൻ ഡിറ്റക്ഷൻ ഓൺ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ഇത് തിരിക്കാനായിട്ട് ഇങ്ങനെ നമുക്ക് ഇത് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കോൺഫിഗറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം നോക്കുക.